ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തോന്നറിയാം, അണ്ടിപ്പരിപ്പും കിട്ടും, ചായയും കിട്ടും. രാവിലെ വരുമ്പോൾ ഞങ്ങൾ ചായയും കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബൂസ്റ്റും ഒക്കെ കുടിച്ചിട്ട് നമ്മളങ്ങ് പോകും. പക്ഷെ ഇവിടെ ഒരു ആംബിയൻസ് ഉണ്ടോ. 50 വർഷം പഴക്കമുള്ള തനതായ ചായ. നമ്മുടെ ചായ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം വെറും ചായയായി മാറി. ഇപ്പൊ അതല്ല, നമ്മുടെ പക്ക നാടൻ ചായക്കടയാണിത്. ചായയും അണ്ടിപ്പരിപ്പും എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷമാണ്, അടിപൊളിയാണ്, നല്ല കാറ്റ് എല്ലാം ഉണ്ട്. അതായത് വളരെയധികം നല്ലൊരു ആംബിയൻസ്. മാത്രമല്ല, ഇവിടെ വന്നൊരു ചായ കുടിക്കണം. അന്നേരം കൊട്ടായക്കരയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കൊട്ടായക്കര സദാനന്ദപുരം തെറ്റിയോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണത്. നല്ല ചായ കിട്ടും, അതുപോലെ അണ്ടിപ്പരിപ്പ് നല്ലതാണ്. ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നാട്ടുകാർ പറയുന്നത് ഇവിടുത്തെ ഒരു ലുലു മാളാണെന്നാണ് പറയുന്നത്. നമുക്ക് ചായ കുടിച്ചു പോകാം. നല്ല ചായ കേട്ടോ. എന്റെ പേര് കൃഷ്ണപിള്ള. കടയുടെ ഓണർ. എത്ര വർഷമായി? 50 വർഷം കഴിഞ്ഞു. 50 വർഷമായി കട തുടങ്ങിയിട്ട്. എന്തൊക്കെയുണ്ട് ഈ കട? കടയില് റിലയൻസാ, ഇല്ലാത്തൊന്നുമില്ല. റിലയൻസ് ഉണക്കമീൻ തൊട്ട് ഇല്ല, സർവ്വ സാധനമുണ്ട്. ചായ, വെണ്ണ, ചപ്പ് എല്ലാം ഉണ്ട്. സ്റ്റേഷനറി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് ഞാൻ റിലയൻസ് എന്ന് പറഞ്ഞ ഉറപ്പാണ്. റിലയൻസിന്റെ ഒരു സ്റ്റോർ ആയിരുന്നു ലുലു. ലുലുമാള. ഇത് എവിടാ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ്? തെറ്റി. അതായത് ഞാറമൂട് ഏലായുടെ കനാൽ റോഡ് സമീപം. സദാനന്ദപുരത്തിനടുത്ത്. അതായത് കൊട്ടായക്കര സദാനന്ദപുരത്തിന് റോഡ്. സദാനന്ദപുരം തെറ്റിയോട് കനാൽ റോഡിന് സമീപം, സ്വന്തം സ്ഥലത്ത്. ഇത് നിനക്ക് പരസ്യം ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ സ്ഥലത്തിന് പറയുന്ന പേര് ഞാറമൂട്. നല്ല അടിപൊളിയായിട്ട് ചായ വന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു ഞാറമൂട് നല്ല ചായയാണ്. അത് മാത്രമല്ല, സിഗരറ്റ് വലിക്കേണ്ടവർക്ക് ഒരു സിഗരറ്റൊക്കെ കനാൽ ഏരിയകളിലൂടെ ഒക്കെ പോക ഊതി വിട്ട്. അദ്ദേഹത്തിന് ഒരു സുന്ദരിയായ ഒരു അമ്മയുണ്ട്. അല്ലാണ്ടോ അമ്മച്ചി ആയ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും കൃഷ്ണൻ കുടിച്ചേട്ടാ, അതേ ഉള്ളൂ. ആരാ? അടുത്തറിയാവുന്നവർക്ക്. അല്ല ഞാൻ എന്റെ ഒരു കാര്യമാണ്. അങ്ങനെ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ 2013 തൊട്ട് കൃത്യമായിട്ട് നടക്കുന്ന ഒരാളാണ്, കുടുംബത്തോടൊപ്പം. എന്ന് പറഞ്ഞാൽ ഞാനും വൈഫൂടെ അന്നേരം നടക്കാൻ തുടങ്ങി. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഇങ്ങനെ പ്രാപ്തരായപ്പോൾ അവരും വന്നു. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഞാൻ ETC സൈഡിലോട്ടായിരുന്നു പോകുന്നത്. പക്ഷെ ഇപ്പൊ എവിടെയാണെന്നറിയാം, അവിടുന്ന് ഇറങ്ങി തൃക്കണമങ്ങേന്ന് ഇവിടം വരെ വരും. അതുകൊണ്ട് അവിടം വരെ പോയിട്ട് തിരിച്ചു ഇവിടെ വന്നാൽ ചായ കുടിക്കാം. ഈ മരത്തിന്റെ കീഴിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ശുദ്ധമായ വായു, ഒരു സന്തോഷം, ഒരു സമാധാനമാണ്. നമ്മള് പണ്ടത്തെ ഇല്ല അണ്ടിപ്പരിപ്പ് പച്ച ഉണ്ടല്ലോ. മെമ്പറെ, ഒരു സമയത്ത് ഈ 1985 കാലഘട്ടത്തിൽ ഈ റോഡൊന്നും ഇല്ല. അന്ന് ഇവിടെ വരണമെങ്കിൽ വയലേ വരണം. അന്ന് ഈ കൃഷ്ണൻകുടി ചേട്ടന് അന്നും ഉണ്ട് കൊച്ചൊരു കട.